എം.ടിയുടെ വീട്ടിൽ പാചകക്കാരിയായി എത്തി. പിന്നീട് വീട്ടുകാരിയുടെ സഹായിയായി. വീട്ടുകാരുടെ വിശ്വാസം പിടിച്ചുപറ്റി. അങ്ങനെയാണ് 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇത്തരത്തിൽ ശാന്ത ആഭരണങ്ങൾ മോഷ്ടിച്ചത്. ആഭരണം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറയുമ്പോഴും പരാതി നൽകിയ ദിവസവും പ്രതി വീട്ടിൽ പാചകത്തിൽ തന്നെയായിരുന്നു. പൂട്ടിയ ലോക്കറിൽ നിന്ന് പൂട്ട് പൊളിക്കാതെ മോഷണം. വീടിന്റെ ഒരു വാതിലും പൊളിക്കാതെ, ജനലഴികൾ വളയ്ക്കാതെ മോഷണം. ഇതെല്ലാം അറിഞ്ഞതോടെ ആദ്യ ദിവസം തന്നെ ആരാണെന്ന് ഏകദേശ ഊഹത്തിലെത്തിയിരുന്നു പോലീസ്. എം.ടി. വാസുദേവൻ നായരുടെ കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലെ മോഷണത്തിൽ ജോലിക്കാരിയടക്കം അറസ്റ്റിലായതിനു പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. പാചകക്കാരി കരുവശ്ശേരി സ്വദേശി ശാന്ത, സുഹൃത്തും ബന്ധുവുമായ വട്ടോളി സ്വദേശി പ്രകാശൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 26 പവൻ സ്വർണമായിരുന്നു എം.ടിയുടെ വീട്ടിൽ നിന്ന് കളവ് പോയത്. മോഷണത്തിന്റെ അടയാളങ്ങളൊന്നും അലമാരയിൽ കാണാത്തതിനാൽ വീടുമായി ഇടപഴകുന്നവരെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഈ അന്വേഷണമായിരുന്നു വീട്ടിലെ ജോലിക്കാരിയിലേക്ക് ഒടുവിലെത്തിയത്. എം.ടി. വാസുദേവൻ നായരുടെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച മോതിരമാണ് അറസ്റ്റിലായ ശാന്ത ആദ്യം മോഷ്ടിച്ചത്. പിന്നീട് വള, മറ്റൊരു മോതിരം. ഒടുവിലാണ് മരതകവും വജ്രവും പതിപ്പിച്ച ആഭരണങ്ങൾ കവർന്നത്. 5 വർഷമായി വീട്ടിലെ പാചകക്കാരിയാണ് ശാന്ത. 4 വർഷം കൊണ്ടാണ് 26 പവന്റെ ആഭരണങ്ങൾ ഇവർ എടുത്തത്. വസ്ത്രങ്ങൾ എടുത്തുവയ്ക്കാൻ എം.ടിയുടെ ഭാര്യ സരസ്വതി ഇവരോട് സഹായം തേടാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അലമാരയിൽ സ്വർണം സൂക്ഷിക്കുന്നത് മനസ്സിലാക്കിയത്. ആദ്യം മോതിരവും വളയുമൊക്കെ കാണാതായപ്പോൾ സ്ഥലം മാറ്റി വെച്ചതാകാമെന്നായിരുന്നു കരുതിയത്. സെപ്റ്റംബർ 22-ന് കൂടുതൽ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതോടെയാണ് മോഷണം നടന്നുവെന്ന് മനസ്സിലായത്. അതിനുശേഷം അലമാരയുടെ താക്കോൽ മാറ്റിവെച്ചെങ്കിലും 29-ന് വീണ്ടും തുറന്നു നോക്കിയപ്പോഴാണ് ബാക്കിയും കാണാനില്ലെന്ന് കണ്ടെത്തിയതെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് ഈ മാസം 4-ന് എം.ടിയുടെ ഭാര്യ സരസ്വതി നടക്കാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്തായാലും പിടിക്കും, എൻ്റെ പേര് പറയരുത്, പുറത്തുനിന്നുള്ള എന്തെങ്കിലും കവർച്ചാ സംഘമല്ല മോഷണത്തിന് പിന്നിൽ എന്നുറപ്പായതിനാലാണ് പാചകക്കാരിയായ ശാന്തയെ പോലീസ് ചോദ്യം ചെയ്തത്. ഇവരുടെ പ്രതികരണത്തിൽ തുടക്കത്തിൽ തന്നെ പോലീസിന് ചില സംശയങ്ങൾ തോന്നിയിരുന്നു. തുടർന്ന് ശാന്തയുടെ വീട്ടിലെത്തി വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ വീട് നന്നാക്കിയതും മകളുടെ വിവാഹം നടത്തിയതുമെല്ലാം പോലീസ് കണ്ടെത്തി. എവിടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുണ്ട്, എത്ര രൂപ അക്കൗണ്ടിലുണ്ടെന്ന ചോദ്യത്തിനൊന്നും കൃത്യമായ മറുപടി ലഭിച്ചില്ല. സെപ്റ്റംബറിൽ നടന്ന മകളുടെ വിവാഹത്തിന് എവിടെ നിന്നാണ് സ്വർണം എടുത്തതെന്നും പലതവണ ചോദിച്ചിട്ടും മിഠായി തെരുവിൽ നിന്ന് എന്നല്ലാതെ വേറൊന്നും പറഞ്ഞില്ല. തുടർന്ന് ശാന്തയുടെ മകളെ വിളിച്ചപ്പോൾ അവരാണ് പോലീസിന് ജ്വല്ലറിയുടെ പേര് പറഞ്ഞത്. പോലീസ് ജ്വല്ലറിയിലെത്തി അന്വേഷിച്ചപ്പോൾ ശാന്തയും ഭർത്താവ് സുകുമാരനുമാണ് അവിടെ നിന്ന് സ്വർണമെടുത്തതെന്നും മുഴുവൻ പണവും തന്നതായും അവർ പറഞ്ഞു. ഭർത്താവ് സുകുമാരൻ എന്നു പറഞ്ഞ ബന്ധുവായ പ്രകാശിനെയാണ് ജ്വല്ലറിയിൽ കൊണ്ടുവന്നതെന്ന് പിന്നീടാണ് മനസ്സിലായത്. ശാന്ത ഏറ്റവും കൂടുതൽ തവണ ഫോണിൽ ബന്ധപ്പെട്ടത് പ്രകാശനുമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംശയം തോന്നി ആ നമ്പറിലെ ഫോൺ കോൺടാക്റ്റിലെ ഫോട്ടോ ജ്വല്ലറിയിൽ കാണിച്ചപ്പോൾ ഇത് സുകുമാരനാണെന്ന് പറഞ്ഞു. ഇതേ സമയം തന്നെ ശാന്തയുടെ മകൾക്ക് അയച്ചു കൊടുത്തതോടെ അത് സുകുമാരനല്ല പ്രകാശനാണെന്ന് മറുപടി കിട്ടി. ഇതോടെ ശാന്ത തന്നെയാണ് മോഷണം നടത്തിയതെന്ന് കൂടുതൽ വ്യക്തമാവുകയായിരുന്നു. എന്തായാലും പിടിക്കപ്പെടും, പിടിച്ചാൽ നീ എൻ്റെ പേര് പറയരുത്, പ്രകാശൻ ശാന്തയോട് പറയുന്നുണ്ടായിരുന്നു. പോലീസ് ബാലുശ്ശേരി വട്ടോളിയിലെ വീട്ടിലെത്തിയപ്പോൾ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തിയിരുന്നു.